ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് കെമിക്കലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഡൈ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണ് പറയാൻ വന്നത്. അതായത് ഡൈ മിക്സ് ചെയ്ത് വെച്ച ശേഷം ചെവിയുടെ പുറകിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ തടിപ്പോ പാടോ അതായത് ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ ആ ഡൈ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഡൈ വാങ്ങുമ്പോൾ കാലാവധി നോക്കിയ ശേഷം മാത്രമേ ഡൈ വാങ്ങാൻ പാടുള്ളൂ. അതായത് കാലാവധി കഴിഞ്ഞ ഡൈ ഡേറ്റ് ഉണ്ടോയെന്ന് നോക്കുക. കാലാവധി കഴിഞ്ഞ ഡൈ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ഈ ചൊറിഞ്ഞ് തടിക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൈ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഡൈ ഉപയോഗിച്ച് ചൊറിച്ചിലുണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് പിന്നെ അത് തലയിലിടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു അവിലിൻ്റെ ഗുളിക ആ സമയത്ത് തന്നെ കഴിക്കുകയും വേണം. കാരണം വെച്ചാൽ അലർജിക്കുള്ളൊരു ഗുളിക എപ്പോഴും തന്നെ കഴിക്കുകയും വേണം. ഇനി അതിന് ശേഷം ചെയ്യാനുള്ളത്, ഈ ഡൈ അലർജി ഇല്ലാത്തവർ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ പീലിയിലോ പുരുകത്തിലോ ഒന്നും പുരളാൻ പാടില്ല. എങ്കിൽ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് ഒരുപാട് കെമിക്കലാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകും. പിന്നെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴിവിൻ്റെ പരമാവധിയും തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇനി അപ്പോൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഡൈ ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് നടത്തുക. പിന്നെ ഇനി ഡൈ മിക്സ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റിന് പുറത്ത് പറഞ്ഞിരിക്കുന്ന അതേപോലുള്ള അനുപാതത്തിലെടുത്ത് മുടിയുടെ, അതായത് ആ ഒരു അനുപാതത്തിൽ മാത്രം എടുത്ത് മിക്സ് ചെയ്ത് അത് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ മുടിയുടെ പിന്നെ കറുപ്പ് നിറം, അതായത് കറുപ്പ് നിറമുള്ള മുടിയും കൂടി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ട് ആ മുടിയും ബാക്കിയുള്ള മുടികളും കൂടി എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നരച്ചു പോകും. അപ്പോൾ നമുക്കിപ്പോൾ ഡൈ ചെയ്യുമ്പോൾ ഒരേ അനുപാതത്തിൽ തന്നെ ഇതെടുക്കാൻ ശ്രമിക്കുക. അതായത് ഡൈ മിക്സ് ചെയ്യുന്നത് രണ്ടും ഒരേ അനുപാതത്തിൽ എടുക്കുക. ഇനിയുള്ളതെന്ന് പറയുന്നത്, ഡൈ മുടിയിൽ ശക്തിയായി ഉരച്ച് തേക്കുകയും ചെയ്യരുത്. പിന്നെ സമയം കഴിഞ്ഞ ഉടനെ തന്നെ കഴുകുകയും വേണം. അതായത് പറഞ്ഞേക്കുന്ന അതിൽ എത്രയാണോ പറഞ്ഞേക്കുന്ന ആ സമയം കഴിഞ്ഞ ഉടനെ അത് കഴുകുകയും വേണം. അപ്പോൾ ഡൈയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ടാറ്റാ ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.